KSRTC ലാഭത്തിലാണെങ്കിൽ അതിനൊരു വിഹിതം തൊഴിലാളികൾക്ക് കിട്ടട്ടെ. ആര്യാടൻ മുഹമ്മദും ഉമ്മൻചാണ്ടിയും കേരളം ഭരിക്കുമ്പോൾ KSRTC-ക്കാരൻ കടക്കണിയിലല്ല. അന്യ സംസ്ഥാന തൊഴിലാളികളിൽ ബംഗാളികൾ കാണിക്കുന്ന ഒരു മാന്യത പോലും KSRTC-ക്കാരോട് LDF സർക്കാർ കാണിക്കുന്നില്ല. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ളൊരു തത്വമാണ് KSRTC-യിലെ മാനേജ്മെന്റ് പൊതുവായി സ്വീകരിക്കുന്ന ഒരു സമീപനം. അത് ഈ സർക്കാരും അങ്ങനെ തന്നെ. ഉമ്മൻചാണ്ടി തന്ന ആനുകൂല്യം KSRTC-ക്കാരനുള്ളൂ. പത്രദൃശ്യ മാധ്യമങ്ങൾ കളവ് പറഞ്ഞ് പൊതുജനങ്ങളെ വിട്ടിയാക്കുന്ന പ്രവണത. നമസ്കാരം. കഴിഞ്ഞ ദിവസം ചില പത്രങ്ങൾ വായിച്ചവർ അതിന്റെ ഫ്രണ്ട് പേജ് കണ്ടൊന്ന് ഞെട്ടിയിട്ടുണ്ടാവും. 10 വർഷം മുമ്പത്തെ കേരളവും പുതിയ കേരളവും എന്ന മട്ടിൽ ഒരു താരതമ്യ പരസ്യം അതിനകത്തുണ്ടായിരുന്നു. അതിനകത്ത് ഏറ്റവും മുകളിൽ ഒരു കോളം ഉണ്ടായിരുന്നത് KSRTC-യുടെ തിരിച്ചെഴുന്നള്ളത്ത് 10 വർഷത്തിന് ശേഷം എന്നുള്ള മട്ടിലായിരുന്നു. ഇപ്പോൾ ആ പരസ്യത്തെക്കുറിച്ച്, ആ പരസ്യത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എത്രമാത്രം വസ്തുതാപരമാണെന്നുള്ളതിനെ കുറിച്ച് പരിശോധിക്കുകയാണ് മറുനാടൻ. ഇപ്പൊ നമ്മളോടൊപ്പം ഉള്ളത് കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് ഓർഗനൈസേഷൻ സംസ്ഥാന സെക്രട്ടറി സുരേഷ് ചേട്ടനാണ്. ചേട്ടാ, KSRTC വലിയ ലാഭത്തിലാണ് എന്നുള്ള മട്ടിലാണ് കഴിഞ്ഞ ദിവസം നമ്മളെ പത്രങ്ങളിലകത്ത് പരസ്യം കണ്ട സർക്കാരിന്റെ. എന്താണ് സത്യത്തിൽ KSRTC വലിയ ലാഭമാണോ? നിങ്ങൾക്ക് അതിന്റെ നേട്ടമുണ്ടോ? KSRTC ലാഭത്തിലാണെങ്കിൽ അതിനൊരു വിഹിതം തൊഴിലാളികൾക്ക് കിട്ടട്ടെ. ഇപ്പൊ ഉമ്മൻചാണ്ടിയുടെ പേരും ആര്യാടൻ മുഹമ്മദിന്റെ പേരൊക്കെ കൊടുത്തിട്ടാണ് പത്രത്തിൽ പരസ്യം കൊടുത്തത്. ആര്യാടൻ മുഹമ്മദും ഉമ്മൻചാണ്ടിയും കേരളം ഭരിക്കുമ്പോൾ KSRTC-ക്കാരൻ കടക്കണിയിലല്ല. ഞങ്ങൾ DA ബാലൻസ് ഇല്ല. മാന്യമായിട്ട് KSRTC തൊഴിലാളികളെ നോക്കുകയും പരിഗണിക്കുകയും ചെയ്ത സർക്കാരാണ് UDF സർക്കാർ. UDF സർക്കാർ അധികാരം വിട്ടിട്ട് 10 വർഷമായി. ഈ 10 വർഷക്കാലം ആര്യാടനെയും ഉമ്മൻചാണ്ടിയെയും തിരുവഞ്ചൂരിനെയും LDF സർക്കാർ ഓർക്കുന്നുണ്ടെങ്കിൽ ഈ മന്ത്രിമാർ ചെയ്ത നന്മ കൊണ്ടാണ് KSRTC തൊഴിലാളികൾ എപ്പോഴും ഈ ഇത്തരത്തിലുള്ള നേതാക്കന്മാരെ കൂടെ എപ്പോഴും നിൽക്കുന്നത്. ഈ പ്രവർത്തന ലാഭം ഉണ്ടെങ്കിൽ ആ പ്രവർത്തന ലാഭത്തിന്റെ ഒരു ഓഹരി തൊഴിലാളികൾക്ക് കിട്ടണ്ടേ? അതെന്താ സർക്കാർ തരാത്തത്? ഇന്ന് കേരളത്തിലെ എല്ലാ സർക്കാർ മേഖലയിലും DA പ്രഖ്യാപിച്ചു കൊടുത്തു കഴിഞ്ഞു. KSRTC തൊഴിലാളികൾ ഒരു അന്യ സംസ്ഥാന തൊഴിലാളികളിൽ ബംഗാളികൾ കാണിക്കുന്ന ഒരു മാന്യത പോലും KSRTC-ക്കാരോട് LDF സർക്കാർ കാണിക്കുന്നില്ല. അത് ഞങ്ങളെ സംബന്ധിച്ച് ഇത് ചോദിക്കുക എന്നുള്ളൂ. KSRTC എന്ന സ്ഥാപനം കേരളത്തിൽ വലിയ പ്രതിസന്ധി വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ വരും KSRTC ഗവൺമെന്റിന്റെ ഭാഗം ഞങ്ങൾ ന്യായമായ അല്ലെങ്കിൽ ഞങ്ങളെ മാന്യമായ അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ ചോദിക്കുമ്പോൾ പൊതുമേഖലാ സ്ഥാപനമായിട്ടാണ് ഗവൺമെന്റ് ചിത്രീകരിക്കുന്നത്. ഇപ്പൊ മന്ത്രി പറഞ്ഞ ലാഭമാണെങ്കിൽ ലാഭത്തിന്റെ വിഹിതം ഞങ്ങൾക്ക് തരണം. KSRTC തൊഴിലാളികൾക്ക് വേണം. തൊഴിലാളികളാണല്ലോ ഇത് ഓടി കൊണ്ടുവരുന്നത്. ഡ്രൈവറും കണ്ടക്ടറും മെക്കാനിക്കും ഉൾക്കൊള്ളുന്ന വിഭാഗമാണല്ലോ പണമായിട്ട് കൊണ്ടുവരുന്നത്. ഒരു മാസത്തിൽ 250 കോടി രൂപ ഖജനാവിലേക്ക് KSRTC അടക്കുന്നുണ്ട്. ഇന്ന് മന്ത്രി എന്താ പറയുന്നത്? 140 കോടി രൂപ നഷ്ടമാണ്. അപ്പൊ മന്ത്രിനെ സംബന്ധിച്ചും സർക്കാരിനെ സംബന്ധിച്ചും ഒരു സ്ഥാപനത്തിൽ 2 വാദഗതിയാണോ? സത്യം പറയണം. തൊഴിലാളികളോടല്ല സത്യം പറയണം, ഈ നാട്ടിലെ ജനങ്ങളോടാ പറയണ്ടേ. അതായത് ഇപ്പം ഇന്നലത്തെ പത്രത്തിനകത്ത് കാണുന്നത് വലിയ ലാഭത്തിലാണെന്ന്, മന്ത്രി നഷ്ടത്തിലാണെന്ന് പറയുകയും ചെയ്തു. അല്ല, മന്ത്രി നല്ലത്. ഈ മന്ത്രിയെ സംബന്ധിച്ച് മിന്നുന്നതല്ല പൊന്നല്ല എന്ന് പൊതുജനം മനസ്സിലാക്കണം. കാരണം ഈ സർക്കാർ പറയുന്നത്, മന്ത്രി പറയുന്നത് എല്ലാം ശരിയാണെന്ന് സാധാരണ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പൊ നമുക്കറിയാം, വൈകുന്നേരം നമ്മളെ KSRTC സ്റ്റാൻഡുകളിലൊക്കെ പോയി നോക്കിയാൽ വളരെ പാവപ്പെട്ട ജനങ്ങൾക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യം കുറവാണ്. തിക്കി തിരക്കി ആടുമാടുകളെ പോലെയാണ് യാത്ര ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ച് ഈ നാട്ടിലെ കേരളത്തിലെ ജനങ്ങൾക്ക് യാത്രാ സൗകര്യം വളരെ മിതമായ നിരക്കിൽ യാത്രാ സൗകര്യം ഒരുക്കി കൊടുക്കേണ്ടതാണ് ഇവിടുത്തെ ഗവൺമെന്റാ. ആ ഗവൺമെന്റിനൊപ്പം ഇവിടുത്തെ KSRTC തൊഴിലാളികൾ 100% നിൽക്കുന്നുണ്ട്. എന്ത് പറഞ്ഞാലും നമ്മൾ ചെയ്യുന്നുണ്ട്. രാവും പകലും നോക്കാൻ നമ്മൾ ജോലി ചെയ്യുന്നുണ്ട്. പക്ഷെ മന്ത്രി പറയുമ്പോൾ ലാഭം എന്ന് പറയുമ്പോൾ ആ ലാഭത്തിന്റെ വിഹിതം ഞങ്ങൾക്ക് കിട്ടണം. ഞങ്ങൾക്ക് അർഹതപ്പെട്ടതാണ്, ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് 37% DA. അത് തന്നേ പറ്റുള്ളൂ. ഇവരിപ്പോ ചെയ്യുന്ന തൊഴിലാളികളെ കാറ്റഗറി തിരിച്ച് വിഭജിച്ച് ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ളൊരു തത്വമാണ് KSRTC-യിലെ മാനേജ്മെന്റ് പൊതുവായി സ്വീകരിക്കുന്ന ഒരു സമീപനം. അത് ഈ സർക്കാരും അങ്ങനെ തന്നെ. കാരണം 10 വർഷക്കാലമായിട്ട് ഉമ്മൻചാണ്ടി തന്ന ആനുകൂല്യം KSRTC-ക്കാരനുള്ളൂ. പത്രദൃശ്യ മാധ്യമങ്ങൾ കളവ് പറഞ്ഞ് പൊതുജനങ്ങളെ വിട്ടിയാക്കുന്ന പ്രവണത മാനേജ്മെന്റും സർക്കാരും ഒഴിവാക്കണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുന്നത്. സർക്കാരിന്റെ ആ പരസ്യത്തിൽ പറഞ്ഞ വാദഗതി തെറ്റാണെന്നുള്ളതാണ്. സർക്കാരിന്റെ മൊത്തത്തിൽ പരസ്യം തെറ്റന്നാണല്ലോ. സത്യസന്ധമായ കാര്യങ്ങൾ അതിലുണ്ടോ? ഇന്നത്തെ പത്രത്തിന്റെ എല്ലാ ഫസ്റ്റ് പേജിലെടുത്താൽ എന്താ? KSRTC അടച്ചുപൂട്ടാൻ പോകുന്നു. അതിൽ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത് എന്താ? ആര്യാടൻ മുഹമ്മദ്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഉമ്മൻചാണ്ടി ഇവരൊക്കെ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത് എന്താ? ഇത് LDF-ന്റെ ഭരണം കിട്ടിയിട്ട് 10 വർഷക്കാലമായി. 10 വർഷക്കാലത്തെ മുന്നേ ചരിത്രം പറയാനുള്ള കേരള ജനത, ഞങ്ങളടക്കമുള്ള ആളുകൾ വോട്ട് ചെയ്ത് LDF-നെ വിജയിപ്പിച്ചത്. ഈ രാജ്യത്ത് എന്തെങ്കിലും പുതിയ സംവിധാനങ്ങൾ കൊണ്ടുവരാനും ജനോപകരമായ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ട് ജനങ്ങൾക്ക് എപ്പോഴും ഉതകുന്ന രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കാനാ. അല്ലാതെ പത്രദൃശ്യ മാധ്യമങ്ങളിൽ 10 വർഷക്കാലം അങ്ങനെ
ആയിരുന്നു, തിരുവഞ്ചൂരും രാധാകൃഷ്ണൻ അങ്ങനെ ആയിരുന്നു, അല്ലെങ്കിൽ ആര്യാടൻ മുഹമ്മദ് ഇങ്ങനെ ആയിരുന്നു, ഉമ്മൻചാണ്ടി ഇങ്ങനെ. അത് പറയാനല്ല, പുതിയ സംവിധാനങ്ങൾ, പുതിയ ടെക്നോളജി നടപ്പാക്കേണ്ട സമയത്ത് പുതിയ ടെക്നോളജി നടപ്പാക്കണം. ഇന്ന് പറയാം പുതിയ പുതിയ ബസ്സുകൾ ഇറക്കി എന്നൊക്കെ പറയുന്നു. ഈ ബസ്സിന്റെ സ്ഥിതിഗതികളൊന്നും ഇപ്പൊ ഞാൻ ഇവിടെ പറയുന്നില്ല, അത് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പറയാം. അത്ര ഈ സംവിധാനത്തോട് പറയുന്നത് ഇത് തീർത്തും വളരെ നിരുത്തരപരമായൊരു നിലപാട് സർക്കാർ KSRTCക്കാരോട് സ്വീകരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് യാതൊരു ഒരു ഫൈറ്റിങ്ങും സർക്കാരായിട്ട് നമ്മളില്ല. നമ്മൾ മാന്യമായി ജോലി ചെയ്യുന്നുണ്ട്, മാന്യമായി കൂലി ചോദിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. അന്യ സംസ്ഥാന തൊഴിലാളികളോട് കാണിക്കുന്ന ഒരു പരിഗണനയെങ്കിലും KSRTCക്കാരോട് കാണിക്കണം എന്നൊരു എളിയ അഭ്യർത്ഥന സർക്കാരിന്റെ മുന്നിൽ ഞങ്ങൾക്ക് വെക്കാനുണ്ട്.